ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിലെ ഇടത് സർക്കാരിന്റെ ഭരണം അവരുടെ പാർട്ടിയുടെ അണികൾക്ക് പോലും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കടുത്ത അവമതിപ്പുകളാണ്. അപ്പോൾ പിന്നെ ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നിർണായകമായി സ്വാധീനിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരുടെ മനോഭാവം എന്താണെന്ന് ഊഹിക്കാൻ കഴിയുമല്ലോ. അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഗുണമായി മാറേണ്ടതാണ്. എന്നാൽ പരസ്യ വിഴുപ്പലക്കലുകളുടെയും തൊഴുത്തിൽ കുത്തുകളുടെയും പരിധി വിട്ടു പോകുന്ന ഇസ്ലാമിക പ്രീണനത്തിന്റെയും മൂർധന്യതയിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് നിഷ്പക്ഷരായ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ തെല്ലും സ്വാധീനിക്കാൻ കഴിയാതെ അവരിൽ നിന്നൊക്കെ ബഹുദൂരം അകന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്ന പ്രതീക്ഷകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ വൻപൻ വിജയവും നൽകുന്ന പ്രതീക്ഷയിലാണ് BJP പ്രചാരണവുമായി മുന്നോട്ട് പോകും. ഏതായാലും ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതെല്ലാം വിധത്തിലായാലും വേണ്ടില്ല അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ഉപായങ്ങളും തന്ത്രപ്പാടുകളുമായി മുന്നണികൾ ശക്തമായി തന്നെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ആപൽക്കരമായി മാറിയിരിക്കുന്ന ചില കൂട്ടുകെട്ടുകളുമായി മുന്നണികൾ രംഗത്തിറങ്ങുന്നത് ഇപ്പോഴും വരുന്ന ദിവസങ്ങളിലും നമ്മുടെ നാടിന് വലിയ പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തോളം പ്രതിപക്ഷത്തിരുന്നതിൻ്റെയും അധികാരമില്ലാതെ തരിച്ചിരുന്നതിൻ്റെയും അസ്വസ്ഥതകൾ ശമിപ്പിക്കുവാൻ ഏതു വിധത്തിലും അധികാരം പിടിച്ചടക്കണമെന്ന ചിന്തയിലാണ് കേരളത്തിലെ UDF. പിണറായിയുടെ രണ്ടാമത്തെ ഭരണം തുടങ്ങിയതിനു ശേഷം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നിലമ്പൂരിലുമൊക്കെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയം UDFനൊപ്പമായിരുന്നു. ക്രൈസ്തവ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയായ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭ ചാണ്ടി ഉമ്മന് തുണയായി മാറുമെന്ന് ഉറപ്പുള്ളതിനാലും അവിടെ വലിയ തന്ത്രങ്ങളുമായി ഇറങ്ങേണ്ട ആവശ്യം UDF നേതൃത്വത്തിന് വന്നിട്ടില്ല. എന്നാൽ തൃക്കാക്കരയിൽ ജനാധിപത്യ രീതിയിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് മാന്യതകളും അട്ടിമറിച്ചുകൊണ്ട് അങ്ങേയറ്റം തരംതാണ വർഗീയ പ്രീണനത്തിന്റെ വോട്ട് പിടുത്തങ്ങളായിരുന്നു മുന്നണികൾ പുറത്തെടുത്തത്. ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനം ഒരു വലിയ ദൗർബല്യമാണെങ്കിലും ഇസ്ലാമിക തീവ്രവാദ സ്വഭാവം വെച്ച് പുലർത്തുന്ന PDP, SDPI തുടങ്ങിയ മുന്നണികളുമായി സഹകരിക്കുവാനും വോട്ട് കിട്ടുമെന്നായാൽ ഇവരുമായി ഏതു തരത്തിലുമുള്ള ബാന്ധവങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാനും കേരളത്തിലെ ഈ മുന്നണികൾക്ക് ഒരു തരത്തിലുമുള്ള വൈക്ലബ്യങ്ങൾ ഇല്ല എന്നുള്ളതുമാണ് ഏറെക്കുറെ നടുക്കമുളവാക്കുന്ന കാര്യം. കുത്തക മുതലാളിമാരുടെയും ബൂർഷാസികളുടെയും പിന്നെ കളങ്കിത കച്ചവടക്കാരുടെയും ഒന്നും വോട്ട് വേണ്ട എന്ന് തിന്നുന്ന വാഗൊണ്ട് തള്ളിമറിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മതഭീകര ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പച്ചയ്ക്ക് പറയുവാൻ. ഇസ്ലാമിക പ്രീണനത്തിന്റെ വായ്പാട്ടുകൾ പാടുന്ന കാര്യത്തിൽ ഇടതരും വലതരും ഒരേ തൂവൽ പക്ഷികളാണെങ്കിലും നിലമ്പൂരിലെ വിജയത്തിന്റെ സീക്രട്ടുകളിൽ ഒന്ന് ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള കക്ഷികളുമായിട്ടുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടുകളും അവരുടെ വോട്ട് ബാങ്കുമാണെന്ന ആത്മവിശ്വാസത്തിന്റെ പേരിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തീവ്രവാദ സ്വഭാവമുള്ള വെൽഫെയർ പാർട്ടിയുമായി രഹസ്യവും പരസ്യവുമായ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF. ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തീവ്ര സ്വഭാവമുള്ള വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിച്ചായിരുന്നു കോൺഗ്രസ് ജയിച്ചത്. ലീഗുമായോ ഇസ്ലാമിക പാർട്ടികളുമായോ ഒന്നും ഒരിക്കലും സഹകരിക്കാതെ തികഞ്ഞ മതേതരവാദിയായി ജയിച്ച ചരിത്രമുള്ള ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനായ ഷൗക്കത്ത് മത്സരിക്കുമ്പോഴായിരുന്നു ഏതു വിധേനയും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാനുള്ള താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല, മാനസാന്തരപ്പെട്ടെന്നും നല്ല പിള്ളയാണെന്നുമുള്ള ക്ലീൻ ചിറ്റുമായി VD സതീശൻ രംഗത്തിറങ്ങിയത്. ലോകത്തിലെ രാഷ്ട്രങ്ങളിലെല്ലാം മതേതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നിന്ന് തീവ്ര ഇസ്ലാമികതയും വർഗീയതയും പടച്ചുവിടുന്ന പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി. ബംഗ്ലാദേശിനെ ജനാധിപത്യ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ജമാഅത്തെ ഇസ്ലാമി എന്ന അവിടുത്തെ ഭീകര സംഘടനയെ നിരോധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളെ ഇറക്കി കലാപമുണ്ടാക്കി ഹസീനയെ അട്ടിമറിച്ച് അവർ ജമ്മു കാശ്മീർ വഴി ഇന്ത്യയിലേക്ക് നൂണ്ട് കയറി ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പറ്റാനുള്ള തന്ത്രങ്ങൾ പുറത്തെടുത്തിരിക്കുകയാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ സംഘടനയോട് സഹകരിച്ചതിന്റെ പേരിലുണ്ടായിരുന്ന അപവാദങ്ങൾ നിമിത്തം ഇത്തവണ അവരുടെ വോട്ടും കൂട്ടും ഒന്നും വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു UDF. എന്നാൽ ആ തീരുമാനത്തെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സതീശൻ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് UDFന് വേണമെന്നായിരുന്നു. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞല്ലോ. എന്നാൽ ഇപ്പോൾ സതീശനും UDFനും കനത്ത തിരിച്ചടികൾ നൽകിക്കൊണ്ട് രംഗത്ത് വന്ന സമസ്ത കേരള ജമാഅത്തുൽ ഉലമ മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം പ്രസ്താവിച്ചത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തണമെന്നും ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറി വന്ന വിശ്വാസികളെ നശിപ്പിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എവിടെയുമില്ലാത്ത ആ പാർട്ടിയുമായി കൂട്ടുപിടിച്ചാൽ അവർ തകർക്കാൻ പോകുന്നത് സമസ്തയെയും വിശ്വാസികളെയും മാത്രമല്ല, മറിച്ച് ഇസ്ലാമിനെ ആകമാനമായിരിക്കുമെന്നുമാണ്. UDFനെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് മുക്കം ഉമർ ഫൈസി ഇക്കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പടിയിറക്കി അകറ്റി നിർത്താൻ സമസ്ത തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ചു കയറാൻ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഹീനമായ കളികളുമായി ഇറങ്ങിയ സതീശനും കയ്യാളുകളും ആട്ടപ്പെടലം പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് ഒട്ടുമിക്ക ഇടങ്ങളിലും UDF കക്ഷി ചേർന്നിരിക്കുന്നതോ UDFന് വേണ്ടി മത്സരിക്കുന്നതോ തീവ്ര നിലപാടുകളുള്ള വെൽഫെയർ പാർട്ടിയാണ്. പാകിസ്ഥാനിൽ സയ്യിദ് അബ്ദുൾ അല മൗദൂദി എന്നയാൾ സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഇസ്ലാമിക രാഷ്ട്രമെന്ന സങ്കല്പം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി പത്രമാസികകളിലൂടെയും ചാനലുകളിലൂടെയും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മുഖം മൂടിയിട്ടുകൊണ്ട് അങ്ങേറ്റം ശക്തമായ വർഗീയ ചേരിതിരിവുകളും ഭീകരമായ ആശയങ്ങളും പടച്ചുപിടിക്കുകയും ഇസ്ലാമിക മതനിയമമായ ശരീഅത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ മതേതരത്വവും ജനാധിപത്യവും പ്രാബല്യത്തിൽ വരുത്തണമെന്നും ആവശ്യപ്പെടുകയും മുസ്ലിമുകൾ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ഭീകരതയുടെ പുകമറയുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നവരും തന്നെയാണ്. അവരുമായിട്ടാണ് കോൺഗ്രസിന്റെ മഹത്തായ ബാന്ധവം. ഏതായാലും വെൽഫെയറുകളെ കുറിച്ചുള്ള സതീശന്റെ മാനസാന്തരത്തിന്റെ വിശേഷമൊന്നും വകവെക്കാതിരുന്ന മുക്കം ഫൈസി വെടിപൊട്ടിച്ചതോടെ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തമായ വിത്തുകൾ വിതറിയ ആൾ രൂപവും കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയുമായ മദനിയുടെ തീവ്ര നിലപാടുള്ള പാർട്ടിയുമായ PDPയുമായി പരസ്യ ബാന്ധവത്തിലായിരുന്നു LDF. മറ്റുള്ളവർക്ക് രാഷ്ട്രീയ സംശുദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് PDPക്കാരുമായി പരസ്യമായി വേദി പങ്കിടാൻ പോലും ആശങ്ക തോന്നിയിരുന്നില്ല. കേരളത്തിലെ ഇടത് നാളുകളായി പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടന ജയിച്ചു ചേർന്നിരിക്കുന്ന SDPയുമായി ഒട്ടുമിക്കയിടത്തും പരസ്യവും രഹസ്യവുമായ കൂട്ടുകച്ചവടത്തിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുന്നത് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPയുമായി കൂട്ടിച്ചേർന്നാണ്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പാലിറ്റി നിലനിർത്താനും CPM കക്ഷി ചേർന്നിരിക്കുന്നതും ഇതേ SDPയുമായിട്ടാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ ചില നീക്കങ്ങൾക്കായി SDPI ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. സമാധാനപരമായ സാമൂഹിക അന്തരീക്ഷത്തിന് തുരങ്കം വെച്ചുകൊണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ കയറി ഹിജാബിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കിയതും SDPI തന്നെയായിരുന്നു. ഏതായാലും തീവ്രമത സംഘടനകളുമായി കൂട്ടുകൂടുവാൻ ഇരു മുന്നണികളും മത്സരിക്കുകയാണ്. ഈ തീവ്ര സംഘടനകളുടെ ആത്യന്തിക ലക്ഷ്യം രാജ്യത്തെ ശരീഅത്ത് ഭരണമാണെന്ന കാര്യം അറിയാത്തവരല്ല ഈ മുന്നണികൾ. അതുകൊണ്ട് വോട്ടർമാർ അതീവ ജാഗ്രത പുലർത്തിയേ തീരും. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.